ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ നേരെ വേറെ കാണാവുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് റംസാൻ മാസം ആയത് സഫയുടെയും ലല്ലുവിൻ്റെയും എല്ലാം ഭാഗ്യം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് പറയുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിക്കാമല്ലോ. എനിക്ക് എവിടെയും പോയി ഇൻ്റർവ്യൂ കൊടുക്കേണ്ട, ഒരു കസേര ഇട്ടിട്ട് അപ്പുറത്ത് ഒരാളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് ചാനലിൻ്റെ മുന്നിൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാനത് ചെയ്യത്തുമില്ല. എനിക്ക് കുറേ ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ വന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. എനിക്കിതേ സംസാരിക്കാൻ എൻ്റെ വീടും ഇവിടെ ഒരു കസേരയും എൻ്റെ ഫോണും ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും മതി. അല്ലാണ്ട് എനിക്ക് എവിടെയും വന്ന് വെളുപ്പിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആൻഡ് ഈ വിഷയം വിടാൻ സമ്മതിക്കാത്തത് സഫ തന്നെയാണ്. സഫ ഇന്നലെ സൈബറിനെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുൻ ഭർത്താവായിട്ട് അവൾ പോയിട്ട് അവൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് എന്നെപ്പറ്റി ഇത്രയും സംസാരിച്ചിട്ട് ഇപ്പം എന്നെപ്പറ്റി ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്ത് എന്നെപ്പറ്റി കുറേ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി സംസാരിച്ചിട്ട് അവൾ അതിൽ കൂടെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് കൊടുത്ത് FIR ഇട്ട് ഇനി കോടതിയിൽ സമൻസ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇത്രയും സെക്ഷലി ഒരു വുമണൈസറിന് എതിരെ ഇത്രയും നടപടികൾ വരാത്ത സ്ഥിതിക്ക് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആലുവയിലോട്ട് ബസ്സിൽ തള്ളിപ്പിടിച്ച് വന്ന് അയ്യോ ഞാനിനി വീഡിയോ ചെയ്യത്തില്ല എന്ന് പറയാനാണെങ്കിൽ എന്നെ അതിന് കിട്ടത്തില്ല. ബിക്കോസ് എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്യും. കാരണം എന്നെ നേരെ വീഡിയോ വരുന്നുണ്ടല്ലോ, എൻ്റെ നേരെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനും മിണ്ടായിരിക്കണം? ഞാൻ മിണ്ടായിരുന്ന ഒബ്വിയസ്ലി എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും നീ എന്താണ് സംസാരിക്കാത്തത്. ഇന്ന് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴത്തേക്കും എനിക്ക് മൊത്തം ഇവൾ കൊടുത്ത ഇൻ്റർവ്യൂസും ഇവൾ മറ്റേ മെയിൻ സ്ട്രീം അങ്ങനെ എന്തോ സംഭവത്തിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളുമാണ് എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നത്. ഇതെന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തതെന്ന്. അപ്പോൾ എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് തന്നെ ഇപ്പോൾ എനിക്ക് വേറെ കുറേ ഷൂട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ പോകാനുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും എനിക്ക് ഡ്രസ്സിൻ്റെ ഷൂട്ട് എടുത്ത് തീർക്കാനുണ്ട്, കടയുടെ ഓപ്പണിംഗ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ ഇതിലാണ് ഞാൻ നടക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് ഞാൻ സംസാരിക്കാൻ ഞാൻ വിടത്തില്ല. ഇതിൻ്റെ അന്ത്യം കണ്ടിട്ടേ ഉള്ളൂ. കുട്ടിയുണ്ട് എന്നാൽ പോട്ടെ, നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങോട്ട് തലയിൽ കയറുക. ഇങ്ങോട്ട് തലയിൽ കയറുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടെന്ന് വെച്ചാൽ ഞാൻ ഇവൾ ഇൻ്റർവ്യൂവിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ പൊളിച്ചടുക്കി തരാം. ഇത് കഴിഞ്ഞിട്ട് ഇവളുടെയും ലല്ലുവിൻ്റെയും ഇത് ഞാൻ ഇങ്ങനെ തന്നെയും പറയും, ഇവളുടെയും ലല്ലുവിൻ്റെയും പിറകിൽ കൂടെ നടക്കുന്ന കുൽസിത പ്രവർത്തികൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ അതും കൂടെ കാണാം. അത് ഞാൻ എന്തായാലും കാണിക്കും ഇനി. ഈ ഒളിഞ്ഞ് നടന്ന് ഈ കൊച്ചി കൂടെ കറങ്ങുന്നുണ്ടല്ലോ, ഈ ഒളിഞ്ഞ് നടന്ന് കറങ്ങുന്നത് നിങ്ങളുടെ വിചാരം ആരും കാണുന്നില്ല, ആരും അറിയിക്കാണ്ടങ്ങ് നടക്കാം എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലാണ്. മനസ്സിലായോ? തോന്നൽ. അപ്പോൾ ഫസ്റ്റ് സഫയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം. വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വീഡിയോ കാണാത്തവർ ആ ചാനലിൽ പോയി കണ്ടാൽ മതി. ഞാൻ സഫേനെ പ്രൊമോട്ട് ചെയ്ത് വിടും കേട്ടോ, റീച്ചിന് വേണ്ടി അല്ലല്ലോ സഫ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യവും അപ് ടു ഡേറ്റ് എടുത്തിടുന്നത്. അപ്പം സഫയുടെ ചാനലിൽ കയറി കണ്ടാൽ മതി. കാരണം എനിക്ക് കോപ്പിറൈറ്റിലോട്ട് താല്പര്യമില്ല. അപ്പോൾ സഫയുടെ ചാനലിൽ കയറി കാണാൻ ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുക്കാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാൻ വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു സഫയുടെ CCTV എന്ന് പറഞ്ഞിട്ട്. മുകളിൽ എൻ്റെ ഒരു വീഡിയോയും അടിയിൽ ലല്ലുവിൻ്റെ ഒരു വേറൊരു വീഡിയോ ഉള്ളൊരു വീഡിയോ റെക്കോർഡ് ഉണ്ട്. അത് ഞാൻ ഓക്കെ. അപ്പോൾ അവൾ പറയുന്നത് അവളുടെ ഒരു വീഡിയോയും ലല്ലുവിൻ്റെ വേറെ ഒരു വീഡിയോയും, അതായത് ഇവർ തമ്മിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് ഈ യുവതി പറയുന്നത്. അതായത് ഒരാൾ കോഴിക്കോടാണെങ്കിൽ ഒരാൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഒരാൾ അഫ്ഗാനിസ്ഥാനാണെങ്കിൽ ഒരാൾ ആഫ്രിക്ക. അത്രയും ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് സഫ പറയുന്നത്. അവൾക്കറിയത്തില്ല സ്ഥലം എവിടെയെന്ന്, അവൾക്കറിയത്തില്ല. ഉറപ്പാണല്ലോ അല്ലേ സഫ? ബാക്കി കേൾക്കാമെന്ന്. ആ വീഡിയോ നിങ്ങൾ നോക്കിയോ? ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഇവരുടെ രണ്ടിൻ്റെയും വീഡിയോ. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആ വീഡിയോ ഞാനിവിടെ കൊടുക്കാം. ഒരാളൊരു നീല ഗ്രില്ലിൻ്റെ അവിടെയും ഒരാളൊരു ലബോറട്ടറി പോലത്തെ ഒരു സ്ഥലത്തും അവളുടെ അങ്ങോട്ട് കയറി പോകുന്നു, അവളുടെ ഫ്ലാറ്റിലോട്ട് കയറി പോകുന്നു, അവളുടെ ഊബറിൽ. ഓക്കെ, അവളുടെ ഊബറിൽ. അപ്പം ഈ ഊബർ ആരാണ് ഓടിച്ചത്? ഊബർ ഡ്രൈവർ ആയിരിക്കുമല്ലോ. കാരണം എന്തിനും ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടുന്നുണ്ടല്ലോ. വണ്ടി ഓടിക്കാൻ ഇവൾ അറിയുന്നില്ലാതെ ഇവൾ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം എവിടെ പോകുന്നതിലും ഊണിലും ഉറക്കത്തിലും ഊബർ ഡ്രൈവർ ഉണ്ട്. ഊബർ ഡ്രൈവറാണ് ഇവളെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഊബർ എന്തിനാണ് എടുത്തത്? ഊബർ ഓടിക്കാൻ ആൾക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. ലൈക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, കാരണം ഞാൻ അത്രയും ദേഷ്യം കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഊബർ ഒരാൾ
ഞാനിപ്പോൾ ഒരു ഊബർ എടുത്തു, എന്നിട്ട് ഞാനത് റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ഞാനല്ല ഊബറിൽ കറങ്ങി നടക്കുന്നത്, ഞാനായിരിക്കുമല്ലോ അതിൽ നടക്കുന്നത്. ഊബർ കൊടുത്ത ആൾ ഊബറിൻ്റെ പണി എടുത്തിട്ട് അവർക്ക് മാസം അവസാനം ഇന്ന പൈസ എനിക്ക് തരും. അല്ലാണ്ട് ഞാൻ ആ ഊബറിൽ കയറി നടക്കില്ല, എൻ്റെ വീട്ടിലോട്ട് ഊബർ ഡ്രൈവർ വരത്തില്ല, എനിക്ക് വേണ്ട സഹായങ്ങളും ഊബർ ഡ്രൈവർ ചെയ്തില്ല. അതിന് വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി അല്ലെങ്കിൽ കെയർ ടേക്കർ എന്നൊക്കെ നമ്മൾ പറയും. അല്ലാണ്ട് ഊബർ ഡ്രൈവർ എന്ന് നിങ്ങൾ പറയരുത്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു ആളെ നിങ്ങളെ ഏർപ്പെടുത്തി എന്ന് പറയാം. അല്ലാണ്ട് എല്ലാ ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടല്ലേ സഫ, അത് അത്ര നല്ലതല്ല സഫ. അപ്പോൾ ഒരാൾ ഗ്രില്ലിൻ്റെ അവിടെയും ഒരാൾ ലബോറട്ടറിയുടെ അവിടെയും, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വെയിറ്റ്. വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു, അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിന്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും ഒരു കൊളാഷ് പോലെ ഇട്ടേക്കുന്നു. ഗ്രില്ല് എവിടെയാണെന്ന് നിനക്ക് അറിയില്ലേടി? എന്താ മോളെ ഞാൻ എന്നെ വിളിക്കുക? ഈ റമളാൻ മാസത്തിൽ ഞാൻ എന്താടി എന്നെ വിളിക്കുക? ഇത്രയും വൃത്തിയായിട്ട് ഒരു പെണ്ണ്, എൻ്റെ റബ്ബെ, റമളാനിൽ എനിക്കിങ്ങനെ നാവെടുത്ത ഇങ്ങനെ കള്ളം പറയരുത് മനുഷ്യരായ, ഇമാതിരി വിളിച്ചു പോകരുത്. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചത്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ? ഇതെൻ്റെ ഫ്രണ്ട് എടുത്തു തന്ന വീഡിയോ ആണ്. ഈ സ്ഥലം ഞാൻ ആലുവയിൽ പോയി ഞാൻ പൊക്കി, ഇതാണ് ആ ഗ്രില്ല്, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഗ്രില്ലുള്ള സ്ഥലമാണ് കാണുന്നത്. ഇവിടെയാണ് ലല്ലു നിന്നത്. ലല്ലു ഇവിടെ നിന്നിട്ട് ഇനി ലബോറട്ടറിയിലോട്ടുള്ള ദൂരം നമുക്ക് കാണാം, ഇവളുടെ വീടിൻ്റെ അങ്ങോട്ടുള്ള ദൂരം കാണാം. ഇവനെ ഇവിടെ ഒളിച്ചു നിർത്തിയിട്ട് നീ ലബോറട്ടറിയിൽ നിൻ്റെ ഡ്രൈവറായിട്ട് ചെന്നിറങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ വണ്ടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ ഈ കാണുന്നതാണ് ഇവള് നിന്ന സ്ഥലം. അപ്പോൾ എന്തിനു നീ മോളെ ലല്ലുവിനെ അവിടെ നിർത്തി, എന്തിനു അവനെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ലബോറട്ടറിയിലോട്ട് നീയും നിൻ്റെ ഡ്രൈവറും മാത്രം ഒറ്റയ്ക്ക് വന്ന് എന്തിനു അവനെ അവിടെ ഒളിപ്പിച്ച് നിർത്തി? നിനക്ക് ആ സ്ഥലം അറിയില്ലെന്നല്ല നീ പറയുന്നത്? കൊളാഷ് ഇട്ട് നിങ്ങൾ അങ്ങോട്ട്, നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. കോഴിക്കോട് കൊയിലാണ്ടി പോലെ വേറെ ഏതോ സെറ്റപ്പിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇത്രയും ഉണ്ടോ? ഇത്രയും പറയാൻ പറ്റുമോ? ഇത്രയും പോലും പറയാൻ പറ്റത്തില്ല. അത്രയും ദൂരം പോലും ഇല്ല. ആ ദൂരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ മോള് ഡയലോഗ് അടിക്കുന്നത്, അയ്യോ ലല്ലു എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ലല്ലു ഇല്ല. ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇവള് പറയുന്നുണ്ട്, ലല്ലു എവിടെയാണെന്ന് എനിക്കറിയില്ല, ലല്ലു എൻ്റെ കൂടെ ഇല്ല, ലല്ലു എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എത്ര വീഡിയോകൾ, നിങ്ങൾ ഒരുമിച്ചുള്ള എത്ര വീഡിയോകൾ ഞാനിവിടെ നിരത്തണം? ഞാൻ നിരത്തുന്നുണ്ട്. വേണ്ട എന്ന് വെക്കുമ്പോഴത്തേക്കും തലയിൽ കയറി നിരങ്ങുന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചു ഞാൻ വെറുതെ വന്നിരുന്ന് വീഡിയോ ഉണ്ടാക്കി ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് പറയുന്നോ? ഞാൻ ഒരു വീഡിയോ അങ്ങനെ ചെയ്തില്ല. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വാ തുറന്ന് ഞാൻ തെളിവ് കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തുള്ളൂ. എനിക്ക് അന്തസ്സുണ്ട്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്നെപ്പറ്റി പറയുന്ന കാര്യത്തിൽ നിങ്ങൾ തെളിവിട്, ബാക്കി കേൾക്കാം. ഇപ്പം കിട്ടിയില്ല, ഇപ്പം അണ്ണാക്കിൽ കിട്ടിയില്ലേ? ഒരുമിച്ചാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായാലോ? ഇത് ഒരേ സ്ഥലമാണ്, ഇത് 40 മീറ്റർ പോലും ഡിസ്റ്റൻസ് വരുന്നില്ല. അത്രയും അടുത്ത് നിന്നിട്ടാണ് അവനെ അവിടെ ഒളിപ്പിച്ച് ചേർത്തിട്ട് ഇവളുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവനെ അവിടെ ഒളിപ്പിച്ച് ചേർത്താൻ ഊബർ ഡ്രൈവറിൻ്റെ കൂടെ ഇവൻ എന്തിന് കയറി? ഓക്കെ, നിങ്ങൾ എവിടെ ആയിരുന്നു? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലല്ലായിരുന്നു. വീട്ടിൽ നിന്ന് നിങ്ങൾ തൃശ്ശൂർ, തിരൂർ ഇവിടെയൊക്കെ കറങ്ങി വന്നിട്ട് നേരെ ആലുവയിൽ വന്ന് ഇറങ്ങുവാണ്. ആലുവയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയി, ബിക്കോസ് മെഹനു അറിഞ്ഞെന്നുള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾ ആലുവയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ തൃശ്ശൂർ പോയി, തിരൂർ പോയി നിന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത്രയും സംഭവം മെഹനാസ് ഫ്ലാറ്റിൽ കയറി നോക്കുന്നത്. ആ നോക്കിയതാണ് ഇവളുടെ വീട് അലങ്കോലമായിട്ട് കിടക്കുന്നത്. ഇനി ബാക്കി കേൾക്കാം. അന്ന് ആ സംഭവം ബാഗ് ഞാൻ എടുക്കുന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ഒരു കോള് വരുമല്ലോ നിനക്ക്, കോള് വരും ഇടയിൽ നിനക്ക് കോള് വരും. ആ സിറ്റുവേഷൻ എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിയിട്ടാണുള്ളത്. ശരിയാ, ഡോറിൻ്റെ ലോക്ക് പൊട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നീ എല്ലാവരോടും മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗൈസ് ഞാൻ എവിടെയും ഒളിച്ചോടി പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് എവിടെയായിരുന്നു? ഗൈസ് എവിടെയായിരുന്നു? ഗൈസ് എവിടെ പോയി കിടക്കുമായിരുന്നു? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ലോക്ക് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഗൈസ് ഇല്ലായിരുന്നോ വീട്ടിൽ? അപ്പോൾ ഫ്ലാറ്റിലുണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. ഓർമ്മയുണ്ടോ വീഡിയോ? അപ്പോൾ ഫ്ലാറ്റിലില്ലാത്ത യുവതി എവിടെയായിരുന്നു? യുവതി ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉണ്ടായത്. ഫുള്ള് അലങ്കോലം, ഷോക്കായിട്ടുള്ള ഞാൻ ഒരു വീഡിയോ മുന്നിട്ടപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് ബോറായിട്ടാണ് എൻ്റെ വീട് ഫ്ലാറ്റ് മാനും ഇട്ട് വെച്ചത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരും. കാരണങ്ങൾ ഉണ്ട്, വീട് അങ്ങനെ ആയതിന് കാരണങ്ങളുണ്ട്. അത് പിന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കാരണങ്ങൾ ഇതിൽ പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൽ പറയാത്തത്? ഇനി ആലോചിക്കണോ? സ്ക്രിപ്റ്റ് ആലോചിക്കണോ? ഇനി എന്ത് പറയണം? ഇനി നാട്ടുകാർ എന്ത് പറഞ്ഞ് കള്ളം പറഞ്ഞ് ബോധിപ്പിക്കും? അയ്യോ ദൈവമേ, ഇനി എന്താ ചെയ്യുക ഞാൻ? അതാണോ കാരണം? വീട് അങ്ങനെ അലങ്കോലമായി കിടന്നതിന് കാരണം നീ പറ. എന്നിട്ട് പോലീസുകാർ വന്നു, അവരിത് തുറന്നു പോയി. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കുട്ടീനെ കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കാരണം ലോക്ക് ഇമാതിരി തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ,
ഒറ്റയ്ക്ക് എന്തിനാണ് മോള് നിൽക്കുന്നത്? മോളുടെ വീടുണ്ടല്ലോ, വീട്ടുകാരെല്ലാം ഉണ്ടല്ലോ. മോളൊരു വീഡിയോയിൽ വന്ന് പറഞ്ഞു നിനക്കല്ലേ വീടും വീട്ടുകാരും ഇല്ലാത്ത. ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് എങ്ങോട്ടും അങ്ങനെ അധികം മാറാറില്ല. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന വീടുണ്ടെങ്കിൽ യുവതി എന്തിനാണ് കൊച്ചിനായിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വീടൊരാൾ തല്ലിപ്പൊട്ടിച്ചെന്ന് പറയുന്നു, ഇത്രയും വിക്റ്റിം കാർഡ് കളിച്ചിട്ട് എന്തുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല? ഇൻ്റർവ്യൂവിൽ ഘോരമായിട്ട് പറയുന്നുണ്ട് വാപ്പ ഉമ്മ അതാണ്, വാപ്പ ഉമ്മ എന്നെ സഹായിക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേസ് കൊടുക്കുക, അതാക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. ദെൻ വൈ ഡോണ്ട് യു ഗോ ടു യുവർ ഓൺ ഹോം? എന്തുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സഫ മറ്റേ എപ്പം ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അപ്പം വന്ന് ചാടി പറഞ്ഞ് വീഡിയോ ഇടുന്ന ആളാണ്. അപ്പം സഫയ്ക്ക് ഇതിന് ഉത്തരം ഉണ്ടാവണം, എന്തുകൊണ്ട് വീട്ടിൽ പോകുന്നില്ല? ഞാനിപ്പോ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇൻഷാല്ലാ വേറെ ഞാൻ മാറും എന്തായാലും നോക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട്. കാരണം എല്ലാവർക്കും ഈ സ്ഥലത്തിന്റെ അഡ്രസ്സ് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറാനുള്ള ചാൻസ്. എല്ലാവർക്കും സ്ഥലത്തിന്റെ അഡ്രസ്സ് അറിയാം, കാരണം ആരൊക്കെ വരുന്നത് ആരൊക്കെ പോകുന്ന അറിയില്ലല്ലോ. കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ പോയി. അപ്പൊ എന്റെ കൂടെ എന്റെ ഊബർ ഡ്രൈവറും ഉണ്ട്. അപ്പൊ എല്ലാത്തിലും അങ്ങോട്ട് നിരക്കുകയാണ്. ഊബർ ഡ്രൈവർ ഉണ്ട്. എവിടെ പോയാലും ഊണിലും ഉറക്കത്തിലും കക്കൂസി പോയാലും അതാ ഊബർ ഡ്രൈവർ പുറത്തുണ്ട്. എല്ലാ ചെക്കൻ്റെ തലയിൽ. ചെക്കൻ ആരാന്ന് ഞാൻ പറയാം, ചെക്കനെ എനിക്കറിയാം, തൊടുപുഴ വന്നിട്ടുണ്ട്. ലല്ലു എൻ്റെ അടുത്ത് ഡിസംബർ മാസത്തിൽ സംസാരിക്കാൻ വരുമ്പോഴും ഈ ചെക്കൻ കൂടെയുണ്ട്. ഇത് ലല്ലുവിൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് മലപ്പുറത്തുള്ള ഫ്രണ്ടാണ്. ഓക്കെ, അപ്പം ഈ ചെക്കനാണ് ഊബർ ഡ്രൈവർ എന്ന് വിശ്വസിക്കാൻ വളരെയധികം പാടാണ്. കാരണം നിനക്ക് ലല്ലുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ചെക്കൻ വന്ന് വീണതാണ്. ഓക്കെ, അതുകൊണ്ട് നീ ഊബർ ഡ്രൈവർ ആക്കണ്ട. ജസ്റ്റ് ബിക്കോസ് ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് അയാൾ നിന്റെ ഊബർ ഡ്രൈവർ ആവത്തില്ല. കാരണം ഊബർ ഡ്രൈവർ ആണെങ്കിൽ ഈ വണ്ടിയായിട്ട് ലല്ലു എറണാകുളം മൊത്തം കറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ കമൻസ് വരുന്നുണ്ട്, ഈ വാഗണർ അവിടെ കണ്ട് ഇവിടെ കണ്ട് MG റോഡിൽ കണ്ടതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാലോ. എടി കള്ളിച്ചി പിന്നെയും പറയുന്നത് ലല്ലുവിൻ്റെ എവിടെയാണെന്ന് എനിക്കറിയില്ലെന്ന്. എടി മോളെ ലല്ലുതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം അപ്പുറത്ത് കാണാ ഗ്രില്ല്. അപ്പോൾ ഈ അവിടെ നിന്ന് ഡയലോഗ് അടിക്കില്ല, എനിക്ക് ലല്ലു എവിടെയാണെന്ന് അറിയില്ലെന്ന്. ഡ്രൈവർ മോളുമായിട്ട് മുകളിൽ പോയിന്ന്. ഏതെങ്കിലും ഊബർ ഡ്രൈവർ നിനക്ക് ജോലിക്ക് വന്ന ഒരാളെ നീ വീട്ടിൽ കയറ്റി ഇത്രയും ഇത് ചെയ്യുമോ? നിന്റെ മോളെ ഇതാക്കുന്നത്, നിന്റെ അത് ഇതാക്കുന്നത്. ഊബർ ഡ്രൈവറിനെ നീ ജോലിക്ക് വിളിച്ചതല്ലേ, ഊബർ ഓടിക്കാൻ വിട്ടതല്ലേ? അപ്പോൾ ഈ ഊബർ ഡ്രൈവർ എൻ്റെ കൂടെ എല്ലായിടത്തും വരുന്നുണ്ട്. തിരൂർ കേസിന് ഊബർ ഡ്രൈവർ വരുന്നത്, അത് മുഖം പൊത്തുന്ന വീഡിയോയിൽ ഊബർ ഡ്രൈവർ. ഇത് ഊബർ ഡ്രൈവറാണോ അതോ നിന്റെ ഡ്രൈവറാണോ? നീ ഏതെങ്കിലും ഒന്ന് വ്യക്തമാക്കി പറയണം. എന്ത് ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞാൻ കാറിന്ന് സാധനങ്ങൾ എടുത്തത്. ഞാൻ കാറിന്ന് ബാഗ് എടുത്തോണ്ട് പോയപ്പോ ഇവിടെ താഴെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരുണ്ടായില്ലേ? വേറെ ആരൊക്കെ ഉണ്ടായി? ചേച്ചി ഉണ്ടായി. ചേച്ചി ഒറ്റക്കൊന്നല്ല ബാഗ് എടുത്തേ. അതാ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആ വീഡിയോ എടുത്ത് 5 വയസ്സങ്ങാണ്ട് ചെറിയൊരു കൊച്ചാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. ഒരു ചെറിയ കൊച്ചിനോട് പേടിപ്പിച്ച് സംസാരിപ്പിച്ച് തെളിവുണ്ടാക്കാനാണെങ്കിൽ സഫ എന്തൊക്കെ ഉണ്ടാക്കും. ആ കൊച്ചിനോട് ചോദിച്ച് കൊച്ച് എന്ന് പറയുന്നുണ്ട്, അറിയില്ല എന്ന്. ഇവളങ്ങോട്ട് പറയിപ്പിക്കുന്ന കാര്യം കൊച്ചിങ്ങോട്ട് ഏറ്റു പറയുന്നുണ്ട്. അല്ലാണ്ട് ഒരു പക്വതയുള്ള മെച്ചുവേർഡ് ആയിട്ടൊരു പേഴ്സണെ കൊണ്ട് നീ സംസാരിപ്പിച്ച് നിന്റെ അവിടെ ലല്ലു ഇല്ലായിരുന്നെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ആൻഡ് ഓൾസോ ലല്ലു അത്രയും ഡിസ്റ്റൻസിലില്ല. ലല്ലു 40 മീറ്റർ ആ ഗ്രില്ലിൻ്റെ ബാക്കിൽ നീ ഒളിച്ചു നിർത്തിയേക്കുമല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ലല്ലുവിൻ്റെ ഇത് വരിക? വേറെ ആരൊക്കെ ഉണ്ടായത്? പോലീസുകാരും എന്റെ ഡ്രൈവർ ഉണ്ടായില്ലേ? പിന്നെ നാട്ടുകാർ ഫുൾ ഉണ്ടായില്ലേ? നാട്ടുകാർ ഫുള്ളുണ്ടായി. ഇതൊക്കെ നീ വിളിച്ചു വരുത്തിയതാണ്. ഡ്രൈവറും ഉണ്ടായി. ഉള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. എവിടെ പോലും ഡ്രൈവർ ഉണ്ട്. ഓക്കെ, റിയാക്ട് ചെയ്ത് കേസായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ട് എന്ത് തേങ്ങയാണ് നീ ഉദ്ദേശിക്കുന്നത്? നീ ഒരു വീഡിയോ ഇടുന്നുണ്ടല്ലോ, യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും റിയാക്ഷൻ അല്ലേ? എന്നാൽ പിന്നെ ഞാനും പോയി ഇൻ്റർവ്യൂവിൽ പോയിട്ട് സഫ ഇങ്ങനെയൊക്കെ ചെയ്തു, സഫ എൻ്റെ കൂട്ടുകാരിയായിരുന്നു, സഫ ഇങ്ങനെയാക്കി. പക്ഷേ ഇതൊരിക്കലും റിയാക്ഷൻ അല്ല കേട്ടോ. ഇത് വെറുതെ വായിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. പാവം യുവതി അച്ചു വിക്റ്റിം കാർഡ് ഇറക്കല്ലേ, നീ ഒരുപാട് വിക്റ്റിം കാർഡ് ഇറക്കല്ലേ. നീ ഒരുപാട് ഉണ്ടാക്കല്ലേ. ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ബാഗ് എടുത്ത് കയ്യും പിടിച്ച് പോണെങ്കിൽ അവന് വീണ്ടും എടുത്ത് ഇട്ടോണ്ട് ഒരു വിഷയമല്ല ഇത്. സംശയമല്ല, നമ്മൾ ഓൾറെഡി എന്നെ തല്ലി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നതാണ്. തല്ലിക്കൂട്ടി വീട്ടിൽ പോയി നിന്നാണ്. വീട്ടിലോട്ട് നീ പോയിട്ടില്ലല്ലോ.
നീ വീട്ടിൽ കയറിയിട്ടില്ല, നിന്റെ ഉപ്പ തന്നെ പറയുന്നുണ്ട് നീ വീട്ടിലോട്ട് വന്നിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് നീ വീട്ടിലോട്ട് പോകുന്നത്? ഈ വീട്ടിലോട്ട് പോകുന്ന ആളെ എങ്ങനെ പെട്ടെന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരൂരെത്തുന്നത്, തൃശ്ശൂരെത്തുന്നത്, ഇവിടെ എല്ലാം എങ്ങനെ ഓടിപ്പിടിച്ചെത്തുന്നത്? ഊബർ ഡ്രൈവറിൻ്റെ കൂടെ ആയിരിക്കുമല്ലോ. ഊബർ ഡ്രൈവറിൻ്റെ കൂടെ ലല്ലു വന്നിട്ടില്ല, ലല്ലു അവിടെ ഇല്ലായിരിക്കുമല്ലോ അല്ലേ? എന്തെല്ലാം കള്ളങ്ങളാണ് നിങ്ങൾ പറയുമ്പോൾ. നിങ്ങൾക്കൊരു ധാരണ വേണം. കാരണം കഴിഞ്ഞ ദിവസം ഈ ഷിബിലി എന്ന് പറയുന്ന വ്യക്തി ലൈവ് വന്നിട്ട് തോന്നിയത് വിളിച്ചു പോവാണ്. ചെക്കൻ ഒന്നാമത് ബുദ്ധിയില്ല, കള്ളം പറയാൻ അറിയത്തില്ല, പൊട്ടനാണ്. ആ പൊട്ടനിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. ഇവള് പറയുന്നത് അവൻ പറയുന്നത് ബന്ധമില്ല. അവൻ്റെ ലൈവ് ഞാൻ ഇടുന്നുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല, കാരണം എനിക്കത് കുറച്ചധികം തെളിവ് നിരത്തി ഇടാനുള്ള സംഭവമാണ്. ഇനി നമുക്ക് സഫയുടെ ഇൻ്റർവ്യൂലോട്ട് പോകാം. സഫ ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂ ചാനലിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ആ ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടാൽ മതി. സഫയുടെ ഇൻ്റർവ്യൂ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നില്ല, ബിക്കോസ് എനിക്ക് കോപ്പിറൈറ്റ് വാങ്ങിക്കാൻ താല്പര്യമില്ല. ഞാൻ തെളിവ് നിരത്തുമ്പോഴത്തേക്കും എന്നെ പൂട്ടാൻ വേണ്ടി ഇവർ പഠിച്ച പണി 16 നോക്കും. പക്ഷേ ആ 16 അടിയന്തരം ഞാൻ നിങ്ങളുടെ ആയിരിക്കും എടുക്കുന്നത്. ഞാൻ നിന്നെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കാന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് നല്ല ഭയമുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ. ഉളുപ്പില്ലാത്തവള്. കല്യാണം കഴിച്ച ഭർത്താവ് മുന്നേ ഭാര്യനെ കൊന്നെന്നൊക്കെ ഇത്രയും ന്യൂസ്, ഇത്രയും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇവൾ അവൻ്റെ കൂടെ പോയിട്ട് എന്നിട്ട് മുന്നത്തെ ഇൻ്റർവ്യൂവിൽ അവനിരുന്ന് കരയുക. അപ്പൊ ഇവളിതോ കൈ പിടിച്ചിട്ട് കരയിലേക്ക. എൻ്റെ പൊന്ന്, എന്തൊരു അഭിനയം! നീ ഇത്രയും, നിനക്ക് നാണുണ്ടോടി? നീ റിഫാനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ ഡ്രസ്സ് ഇടാൻ വെറുപ്പാണ്, മരിച്ച ഒരാളോട് അവൾക്ക് ദേഷ്യം വരികയാണ്, കമന്റിൽ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്. ഇത്രയും നീ അവളെ പറഞ്ഞിട്ട് ഇപ്പം നീ വന്നിരുന്ന് ഈ സെൻറ്റി അടിച്ചിട്ട് എന്താ കാര്യം? നീ അനുഭവിക്കുന്നത് മൊത്തം അതിനാന്ന് ഞാൻ പറയത്തുള്ളൂ. നിനക്ക് ഈ വരുന്ന ഈ ഇത്രയും പ്രശ്നങ്ങൾ, നീ മരിച്ച ഒരാളെ പറ്റി നീ ഇത്രയും ഹെയ്റ്റ് കൊണ്ട് കൊടുത്ത്, നീ അവളെ പറ്റി ഇത്രയും പറഞ്ഞ് ഒരാൾ പറയുന്നതായിട്ട് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, നീ എന്നിട്ട് ആ ആളെ കെട്ടി ഇപ്പം പെട്ടെന്ന് പൊട്ടി മുളച്ച് നീ ലല്ലുവിൻ്റെ കൂടെ പോയപ്പോഴത്തേക്കും അവനെ കരിവാരി തേച്ച് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. റമദാൻ മാസമായിട്ട് ഞാൻ അതേ പറയുന്നുള്ളൂ, ഒരു സ്റ്റാൻഡിൽ നിൽക്കുക, പല പല സ്റ്റാൻഡിൽ നിൽക്കാണ്ടിരിക്കുക. എന്താണ് സംഭവം? 2-3 ദിവസമായില്ലേ ഒളിച്ചോടിയിട്ട്, ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നതാ. ഒരാളിരുന്ന് പറയുന്ന കോമഡി, ഞാൻ ഒളിച്ചോടിയിട്ട് 2-3 ദിവസം ഇതാ ഹണിമൂൺ കഴിഞ്ഞ് വന്നിരിക്കുക. ഇത്രയും സീരിയസ് ഒരു ഇഷ്യൂവിനെ പറ്റി ഇത്രയും പുച്ഛിച്ച് സംസാരിക്കണമെങ്കിൽ അതിന് കുളിപ്പില്ലേ? നായി അതിന് കുളിപ്പില്ലേടി? എന്താന്ന് ഞാൻ പറയുക? ഒരാളെ ഒളിച്ചോടി എന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നം, ഇത്രയും ട്രോമയിൽ നിൽക്കുമ്പം പുള്ളിക്കാരി വളരെ ലാഘവത്തോടെ ഒന്ന് പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതാ ഒളിച്ചോടി ഇവിടെ വന്നിരിക്കുന്നു, എന്താ പ്രശ്നം ഇപ്പോ? എനിക്ക് തല്ലണത് എനിക്ക് ഇഷ്ടമല്ല. ഗർഭിണിയായപ്പോ എന്നെ തല്ലിയിട്ടുണ്ട്. അപ്പൊ എന്റെ നാക്ക് എവിടെയായിരുന്നു? ഈ ഗർഭിണിയായപ്പോ തല്ലി, അവിടെ തല്ലി, ഇവിടെ തല്ലി എന്നൊക്കെ പറയുന്നതിന്റെ പ്രൂഫ് ഇടാത്ത എന്താന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് ലല്ലു എന്നെ തല്ലിയതിന്റെ പ്രൂഫ് എൻ്റെ കയ്യിൽ ക്ലിയർ കട്ട് എവിഡൻസ് ആയിട്ട് എൻ്റെ ഉണ്ട്. ആ തെളിവ് ഞാൻ കാണിക്കുന്നുണ്ട്. അത് ലല്ലുവിൻ്റെ വീഡിയോയിൽ കാണിച്ചാൽ മതിയല്ലോ. അപ്പം ഇവളെ തല്ലിയതിന്റെ പ്രൂഫ് ഇടേണ്ടതാണ് കുട്ടി. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ തെളിവുകൾ നിരത്തുക. പക്ഷെ ഈ അടുത്തുണ്ടായ സംഭവം എന്ന് വെച്ചെങ്കിൽ 2 ആഴ്ച മുന്നേ എന്റെ കുട്ടി അവിടെ വാക്കറിൽ നടക്കുന്ന സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായുള്ളൂ. ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ. ഓക്കെ, ഇത് അലിഗേഷൻ ആണ്, ഇതെനിക്ക് അറിയത്തില്ല. ഇതെന്നോട് മെഹനാസ് ഈ സംഭവം ഇൻസിഡൻറ്റ് പറയുന്ന ദിവസം മെഹനാസ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ ഇൻസ്റ്റ ഹാക്ക് ആയതൊന്നുമല്ല, ഇവളുടെ ഇൻസ്റ്റ മെഹനാസിൻ്റെ ഉണ്ടായിരുന്നു. മെഹനാസ് ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യിപ്പിച്ചാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഇഷ്യൂ വരുന്നത്. ഇൻസ്റ്റയിൽ ഇവൾ ആരോ ആയിട്ട് മോശമായിട്ട് ചാറ്റ് ചെയ്തത് മെഹനാസിൻ്റെ കണ്ണിൽ പെട്ടു. അങ്ങനെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് മെഹനാസ് ആ ചെറുക്കനെ വിളിച്ച് സംസാരിച്ച് അവനായിട്ട് വാക്ക് തർക്കമായി. ഇതാണ് സംഭവം. ഇതാണ് മെഹനാസ് പറഞ്ഞത്. ഇതെനിക്ക് അറിയത്തില്ല. ഇനി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയുന്നത് എനിക്കറിയില്ല. എന്നോട് അന്ന് പറഞ്ഞ കാര്യം, ഈ സഫ ലല്ലുവിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞ കാര്യം പറയുന്ന ദിവസമാണ് ഈ സംഭവം എൻ്റെ അടുത്ത് പറയുന്നത്. ഇതാണ് ഇവള് ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഇവരുടെ പേഴ്സണൽ കാര്യം. സഫ, റിഫ, മെഹനാസ് ഇവരുടെ പേഴ്സണൽ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഇതിൽ പറയുന്നത് സഫ എന്നോട് പറഞ്ഞ കള്ളങ്ങളും സഫയുടെ ലല്ലുവിൻ്റെയും കാര്യങ്ങളും ഇത് മാത്രമാണ് ഞാൻ ഇതിൽ പൊളിച്ചെടുക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ ചുഴിഞ്ഞിറങ്ങിയാൽ ഞാൻ പിന്നെ അതും പൊളിച്ചെടുക്കി ഞാൻ കയ്യിൽ കൊടുക്കും എന്നുള്ളതാണ് സത്യം. അത്രേ ഉള്ളൂ. വാക്കറിൽ നടക്കുന്ന സമയത്ത് മാനേജർ ഒരു ഫ്രണ്ട് ഫോൺ വിളിച്ചപ്പോ മാനോട് സംസാരം തെറി ടൈപ്പ്. ഇനിയിപ്പോൾ മെഹനാസ് പറയുന്ന സത്യമെങ്കിൽ നീ അങ്ങനെ മോശമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നിനക്കിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവനെ തെറി വിളിക്കുന്നതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരാൾ തെറ്റ് ചെയ്ത് ഭാര്യ വേറെ ഒരുത്തൻ്റെ കൂടെ സംസാരിച്ചാൽ, മോശമായിട്ട് സംസാരിച്ചാൽ അങ്ങനെ ഉണ്ടാവും. കാരണം ഞാൻ ഇവളുടെ ഒരു വോയിസ് ഇൻസ്റ്റയിൽ കേട്ടായിരുന്നു, മെഹനാസിനെ പോലും ഞാൻ സ്വപ്നം കാണാറില്ല, നിന്നെയാണ് സ്വപ്നം കാണുന്നതെന്ന്. ഇമാതിരി വർത്താനമൊക്കെ കേട്ടിട്ട് ഒരാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മെഹനാസിനെ ന്യായീകരിക്കുന്നൊന്നുമല്ല, എനിക്ക് മെഹനാസിനെ അറിയത്തുമില്ല, മെഹനാസിൻ്റെ ഭാഗത്ത് തെറ്റ് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുവാണ്, ഇമാതിരിയൊക്കെ ചെയ്താൽ ആരെങ്കിലും നിൽക്കുമോ? ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാ നോണ പറഞ്ഞത്, നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന്. അവൻ പറഞ്ഞിട്ട് വന്നതാണോ?
അപ്പോൾ നീ തന്നെ പറയുന്നുണ്ട് നീ മീഡിയയ്ക്ക് മുന്നിൽ നുണ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇപ്പോൾ പറയുന്ന നുണ ആയിക്കൂടെ? ഈ പറയുന്ന മൊത്തം നിന്റെ നുണയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ നീ ഒന്ന് പറയും ലല്ലു വന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്, എനിക്ക് ലല്ലുവിൻ്റെ ഒന്നിച്ച് ജീവിക്കണമായിരുന്നു, ലല്ലുവിനൊരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി അവൻ നല്ലൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ അവനെ സേവ് ചെയ്ത് എനിക്ക് ലല്ലൂമ്പിൻ്റെ കൂടെ പോകണം. അപ്പോൾ നമുക്ക് സഫൂമ്പിയും ലല്ലൂമ്പിയും കഥകളിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. അത് പിന്നീട് നമുക്ക് പോവാം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു, എനിക്ക് ഊബർ ഡ്രൈവറിന് ആവശ്യമുണ്ട് എറണാകുളം, അങ്ങനെ പറഞ്ഞ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ കുറച്ചു നേരം കിട്ടിയപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യണം, കാരണം വണ്ടി ഫുള്ള് മോശമായിട്ടുള്ളത്, കാരണം സർവീസിനുണ്ടാവാനായിട്ട് ആരും എനിക്ക് വണ്ടി ഓടിക്കാനും അറിയത്തില്ല. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ഓക്കെ. അപ്പോൾ ഊബറിന് സ്റ്റോറി ഇടുന്നു, പിന്നെ ഊബർ ഡ്രൈവറിൻ്റെ എൻക്വയറി വരുന്നു, അത് കറക്റ്റ് അത്രയും എൻക്വയറിയിൽ കറക്റ്റ് ലല്ലുവിൻ്റെ കൂട്ടുകാരനാവുന്നു, അങ്ങനെ ലല്ലുവിനെ പരിചയപ്പെടുന്നു. എന്തെല്ലാം കഥ മോളെ നീ സൃഷ്ടിക്കുന്നത്? എങ്ങനെ നിനക്കിത് സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല നിൻ്റെ ഒരു കഴിവ് കേട്ടോ. കറക്റ്റ് നീ നാജീനെ തന്നെ കണ്ടുപിടിക്കുന്നു. നാജി എന്ന് വെച്ചാൽ എനിക്കും കൂടെ പരിചയമുള്ളതാണ് നാജീനെ. ഞാൻ പറയാം, ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആളെങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം, എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു, അയാള് കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന കാര്യം പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പം ഇവിടെ തന്നെ പറയുന്നുണ്ട് മെഹനാസായിട്ട് 2 വീക്സ് മുന്നേ ആണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ 2 വീക്സ് കൊണ്ടിട്ടാണല്ലോ നീ ഊബർ ഡ്രൈവറിനെ പുതിയത് വെക്കുന്നത്. അത്രയും നാൾ മെഹനാസാണ് ഓടിച്ചുകൊണ്ടിരുന്നതെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ ഈ 2 വീക്സിൻ്റെ ഇടയിൽ നീ പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അത് ഏത് ടൈമിലുള്ള ഡ്രൈവറാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. മെഹനാസല്ലേ ഓടിച്ചുകൊണ്ടിരുന്നത്, മെഹനാസിനാണല്ലോ വണ്ടി എടുത്ത് കൊടുത്തത്. അപ്പോൾ ഈ 2 വീക്സ് കൊണ്ട് 7 ദിവസം കഴിഞ്ഞ് പഴയ ഡ്രൈവർ പറഞ്ഞു ഡിസ്പ്ലേ പൊട്ടിയെന്നൊക്കെ. അപ്പോൾ ഈ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. കള്ളം പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും കള്ളം പറയാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പൊക്കും. നാട്ടുകാർ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ഞാൻ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കും. അപ്പം സംസാരിക്കുമ്പോഴത്തേക്കും തിരിച്ച് അടിച്ച് അണ്ണാക്കിൽ കിട്ടാത്ത രീതിയിൽ നീ സംസാരിക്കുക, ഓക്കെ. 2 വീക്സിൽ എങ്ങനെ 7 ഡേയ്സ് മുന്നേ ഉള്ള ഡ്രൈവർ വന്നു, എന്നിട്ട് ഈ 2 വീക്സ് കൊണ്ട് നീ നാജീനെ കണ്ടുപിടിക്കുന്നു, പുതിയ ഡ്രൈവറായ നാജീനെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നിന്റെ EMIയും പെൻഡിങ്ങും കാര്യങ്ങളും അടയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് നീ പറയുന്നുണ്ട്. മാസം EMI 14,000 ആണെന്ന് നീ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ. അപ്പം ഈ മാസം 14,000 EMIന്ന് നീ ഉദ്ദേശിക്കുന്നത് നിന്റെ ഊബർ നീ വേറെ ഒരാൾക്ക് കൊടുത്ത് അവരത് ഓടിച്ച് നിനക്ക് മാസം ഇന്നൊരു എമൗണ്ട് തരണമല്ലോ, അതാണല്ലോ നീ ഉദ്ദേശിക്കുന്നത്. അപ്പം നിന്റെ കൂടെ ഈ കറങ്ങി നടക്കുന്ന ഊബർ ഡ്രൈവറും ലല്ലും ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് നീ മാസം EMI അടയ്ക്കുന്നത്? അത് നിന്റെ പേഴ്സണൽ ഡ്രൈവർ അല്ലേ, ഊബർ ഡ്രൈവർ അല്ലല്ലോ. എന്താണ് സഫ പറയുന്നതിന് ക്ലാരിറ്റി വരുത്ത് സഫ, കേട്ടോ. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിക്കണേ എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അപ്പൊ എനിക്ക് ഫണ്ടിന് പെട്ടെന്നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല ഒരു വീഡിയോയില് ഞാൻ പറയില്ല മുഖം ഇങ്ങനെ പൊത്തണ ഒരു വീഡിയോയിൽ ഒരാളുണ്ടെന്ന്, അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്, അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. സത്യം പറഞ്ഞാൽ അറിയില്ല, സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇവക്ക്. ചുച്ചിടു ഡുണ്ടിട്ട് മോളുടെ അടുത്ത് ഞാൻ പൊക്കി തരാം. സഫയുടെ പുതിയ അക്കൗണ്ടിൽ സഫ ഫോളോ ചെയ്യുന്ന വ്യക്തികളിൽ 8 പേരെന്തോ ഉണ്ട്. ആ 8 പേരിൽ ലല്ലുവിൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ലല്ലുവിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്രയും ബന്ധമില്ലാണ്ട് എന്തിനാ മോളെ നീ ലല്ലുവിനെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നത്? ഇനി പോട്ടെ, അത് തൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്, ഓക്കെ. ലല്ലുവിനെ ഇപ്പോൾ പരിചയപ്പെട്ടു, ഇപ്പോൾ ഫോളോ ചെയ്യാം. അത്രയും ക്ലോസ് ആയിട്ടുള്ള വ്യക്തികളല്ലേ നമ്മൾ ഫോളോ ചെയ്ത് വെക്കത്തുള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നീ എന്തുകൊണ്ട് നാജീനെ ഫോളോ ചെയ്തില്ല? എനിക്കതാണ് ചോദിക്കാനുള്ളത്. നിൻ്റെ ഇത്രയും ക്ലോസ് ആയ നിൻ്റെ കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റുന്നത്, നിൻ്റെ കൊച്ചിനെ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറക്കുന്ന ഗേറ്റിന് നിൻ്റെ തിരൂര് കൊണ്ടുപോകുന്നത് നിൻ്റെ പേഴ്സണൽ ഡ്രൈവർ, നിങ്ങളെ ബ്യൂട്ടീഷ്യന് കൊണ്ടുപോകുന്നു, ഇതിനൊക്കെയുള്ള നിൻ്റെ ഡ്രൈവറിനെ നീ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നില്ല? കാരണം ഡ്രൈവറിനെ ലല്ലു ഇബി എന്ന് പറയുന്ന വ്യക്തി സഫേനെ മാത്രമല്ല നാജീനെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ എന്തുകൊണ്ട് നാജീനെ ഫോളോ ചെയ്യുന്നില്ല? കാരണം നിനക്ക് നാജി വഴിയല്ലേ ലല്ലുവിനെ അറിയുള്ളൂ. അപ്പം നീ ആദ്യം നാജീനല്ലേ ഫോളോ ചെയ്യേണ്ടത്. നീ എന്തുകൊണ്ട് ലല്ലുവിനെ മാത്രം ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റയിൽ? ലല്ലുവിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ഫോളോ ചെയ്തു ഇൻസ്റ്റയിൽ, ഇടയ്ക്ക് നിങ്ങൾ അൺഫോളോ ചെയ്ത് കളിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം തുടങ്ങിയോ? ലല്ലു മെസ്സേജ് അയക്കാൻ തുടങ്ങി, അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. കാരണം ആ പ്രശ്നങ്ങൾ ഞാൻ ഇടുന്നുണ്ട്, ആ പ്രശ്നം വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് ഇടാം. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, വൈ ആർ യു നോട്ട് ഫോളോയിങ് യുവർ ഊബർ ഡ്രൈവർ ആൻഡ് വൈ ആർ യു ഫോളോയിങ് ലല്ലു ഇബി ആൻഡ് ലല്ലു ഇബീസ് പ്രൈവറ്റ് അക്കൗണ്ട്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ.
ഞാൻ ഒരാൾ വഴി ഒരാളെ പരിചയപ്പെട്ടാൽ ഞാൻ ആ പരിചയപ്പെട്ട ആൾ ഞാൻ ഫസ്റ്റ് ആരാണോ എൻ്റെ ലൈഫിൽ വന്നത് അവരായിരിക്കില്ലേ ഫോളോ ചെയ്യുക. കാരണം അവർ വഴിയല്ലേ ഇവനെ അറിയുള്ളൂ. കാരണം നീ എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, അയ്യോ ലല്ലുവിനെ എനിക്ക് അറിയത്തില്ല, ലല്ലു എങ്ങനെ വന്നു, ലല്ലു എവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് എവിടെ നിന്ന് പൊട്ടി പൊളച്ച് വന്നോ, അയ്യോ ലല്ലുവിനെ കണ്ടിട്ടില്ല, ലല്ലുവിനെ ഇതാക്കിയിട്ടില്ല അതാക്കിയിട്ടില്ല, ലല്ലുവിനെ എന്താ ഈ ആക്കാത്ത, ഈ എല്ലാം ആക്കി കഴിഞ്ഞു. അതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗില് ഈ രാജന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണ വരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞത് നാജിയുടെ സാധനങ്ങളാണ് ബാഗിലുണ്ടായിരുന്നെന്ന്. നാജിയുടെ സാധനങ്ങൾ നിനക്ക് മാറിപ്പോന്നു. നാജിയുടെ സാധനങ്ങളല്ല, അത് ലല്ലുവിൻ്റെ ബാഗാണ്. ഓക്കെ, നാജിയുടെ സാധനങ്ങൾ ഇരുന്ന ബാഗല്ല. ഇനി ഇവള് പറയാൻ പോകുന്ന അടുത്ത കള്ളം നിങ്ങൾ കേട്ടോ. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ എന്താ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. അത് എങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാമത് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പം വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ ഒരു സാധനമാണ് മേനോന് കിട്ടിയത്. ഇവള് പറയുന്നത് നാജിയുടെ ബാഗിൽ ലല്ലുവിൻ്റെ സാധനങ്ങൾ വന്നെന്നാണ്. പടച്ച റബ്ബാണ്, റമളാൻ മാസമാണ്, എൻ്റെ ഉമ്മ ആണ്, എൻ്റെ ഉപ്പാണ് സത്യം. ആ നാജിയുടെ ബാഗ് എന്ന് പറയുന്ന ബാഗ് ലല്ലുവിൻ്റെ ബാഗാണ്. ഞാൻ ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ബാഗാണ്. എൻ്റെ കൂടെ ഉള്ളപ്പോൾ പർച്ചേസ് ചെയ്ത ബാഗാണ്. ആ ബാഗിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ഈ ബാഗാണ് അത്. ഓക്കെ, ഈ ബാഗ് ഇത്രയും നാളായിട്ട് നാജിയുടെ ബാഗൊന്നുമല്ല. ഈ ബാഗ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ വട്ടം പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോഴും നാട്ടിലോട്ട് മലപ്പുറത്തോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോഴും ഒക്കെ ഈ ബാഗിലാണ് ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് നാജിയുടെ ബാഗല്ല മോൾ ഇങ്ങനെ ഇരുന്ന് പച്ചക്കള്ളം വിളിച്ച് കൂവരുത്. ഈ ബാഗിൽ നാജിയുടെ സാധനങ്ങളും ഇല്ല, ഒരു തേങ്ങയില്ല. ഇതിൽ ഷിബ്ലിയുടെ ലൈസൻസും ആധാറും എല്ലാം വരണമെങ്കിൽ ഇത് ഷിബിലിയുടെ ബാഗ് തന്നെയാണ്. കാരണം ഷിബിലിയുടെ അണ്ടർവെയർ ഉൾപ്പെടെ നീ അവിടെ നിൻ്റെ വീട്ടിൽ കഴുകി ഉണക്കി വിരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതെങ്ങനെ ലല്ലുവിൻ്റെ സാധനങ്ങൾ അവിടെ ടെറസിൽ വന്ന് ഊബർ ഡ്രൈവറിൻ്റെ കൂട്ടുകാരൻ നിനക്ക് അത്ര ഇതുള്ളെങ്കിൽ നീ എന്തിനാ അവൻ്റെ ഡ്രസ്സ് അലക്കി കൊടുത്തു? ഇത് നീ പറയുമോ ഊബർ ഡ്രൈവർ വാഷ് ചെയ്ത് കൊടുത്താണ് കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ട്? അല്ലെങ്കിൽ എനിക്കറിയത്തില്ല അത് തന്നെ അവിടെ വിരിഞ്ഞു വന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ ഷഡ്ഡി വരെ അവിടെ അലക്കിയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അത് വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഡ്രസ്സ് ലല്ലുവിൻ്റെ അല്ലെന്ന് ഇനി നീ പറയുകയാണെങ്കിൽ ലല്ലുവിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കുക, ഇതാണ് ലല്ലു ഇട്ടേക്കുന്ന ഡ്രസ്സ്. ഓക്കെ, ആൻഡ് ഈ ഡ്രസ്സ് ഇട്ട വീഡിയോ അവൻ ഇൻസ്റ്റയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കളഞ്ഞു. അത് ആർച്ചീവ് ചെയ്താണോ അതോ ഡിലീറ്റ് ചെയ്താണോ എന്നറിയില്ല. ഇത്രയും നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പെട്ടെന്ന് വരുന്ന ടെൻഷനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഡ്രസ്സ് അവൻ റീലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം ലല്ലുവിന്റെ ഡ്രസ്സാണ്. പിന്നെ പ്രൂഫിൽ തന്നെ ലല്ലുന്നുണ്ട്. അപ്പൊ തന്നെ മാനു ഫസ്മിനാക്ക് മെസ്സേജ് ചെയ്തു, കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്റെ വൈഫ് അവനായിട്ട് അത് ഇത്. എടി കള്ളി എടി കള്ളി. എൻ്റെ ക്ഷമയുണ്ടല്ലോ എൻ്റെ റബ്ബെ. എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എമ്മാതിരി ദേഷ്യം വന്നത്. എനിക്ക് പൊളിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവള് പറയുന്നുണ്ടല്ലോ, മെഹനാസ് പറഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത്. പിന്നെ നിൻ്റെ നാക്ക് എവിടെയായിരുന്നടി ഈ നായി? നീ 13-ന് എന്നെ വിളിച്ചു. 13-ാം തീയതി ഇവളെന്നെ വിളിച്ച സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. 8:11 2 മിസ് കോള്. പോട്ടെ, ഞാൻ എടുത്തില്ല, ഞാൻ പുറത്തായിരുന്നു, ഞാൻ തിരക്കായിരുന്നു, ഞാൻ എടുത്തില്ല. എന്നിട്ട് ഇവള് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് 13-ാം തീയതി മോളെ. ഞാൻ പറഞ്ഞു പറയടി പുറത്താ, ഞാൻ സൗണ്ട് കേൾക്കൂല, എന്ത് പറ്റി? ഓക്കേടാ ഫ്രീ ആകുമ്പോൾ വിളി. അപ്പോഴും ഞാൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ കാര്യം പറ, നിങ്ങൾ കാണുന്നില്ല ഇത്, നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങളിത് കാണണം. ഒന്നുമില്ലടാ. എന്നാൽ ഈ വൃത്തിയായിട്ട് അവൾക്ക് പറയാലോ, എടി ലല്ലു എൻ്റെ കൂടെ ഉണ്ട്, ലല്ലുവിൻ്റെ ഫ്രണ്ട് നാജി എൻ്റെ ഡ്രൈവറാണ്, ലല്ലുവിനെ ഞാൻ കണ്ടു, ലല്ലു എൻ്റെ കൂടെ ഉണ്ട്, ഇത്രയും ഇവക്ക് പറയാലോ. ഇവള് പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇവക്ക് അറിയണം ഞാനിത് അറിഞ്ഞോ. അവൾക്ക് ആ ടെൻഷൻ ഞാൻ അറിഞ്ഞോ, ഇനി വീഡിയോയിൽ വരുമോ, ടെൻഷനായി, ഇവളുടെ അവഹിതം ഞാൻ പൊക്കിയോ. ഞാൻ അപ്പം പറയുന്നുണ്ട്, എന്തോ ഇല്ലാണ്ട് വെറുതെ നീ വിളിക്കൂല, ഇല്ലടി ചുമ്മടിന്ന്. ഇത് 13-ന് ഇവൾ എനിക്ക് വിളിച്ചിട്ട് അയച്ച മെസ്സേജാണ്. ഇനി ഞാൻ ഇവിടെ അടുത്ത സ്ക്രീൻഷോട്ട് കൊടുക്കാം. 14-ാം തീയതിയാണ് എന്നെ മെഹനാസ് ഫസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ കോൾ എടുത്തിട്ടില്ല, മിസ് കോളാണ്, ഹലോ എന്ന് പറഞ്ഞ് ലല്ലുവിൻ്റെ ഒരു ഫോട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത് സംസാരിക്കുമ്പോഴാണ് മെഹനാസ് കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇതാണ് നിൻ്റെ ഹസ്ബൻഡാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന്. ഓക്കെ,
അപ്പോൾ 14-ാം തീയതിയാണ് എന്നെ മെഹനാസ് കോൺടാക്ട് ചെയ്യുന്നത്. 13-ന് നീ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 13-ാം തീയതി നിൻ്റെ കൂടെ ലല്ലു ഉണ്ട്. അപ്പോൾ നിൻ്റെ കള്ളത്തരം പൊളിയാണ്ടിരിക്കാൻ ഞാൻ അറിഞ്ഞോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നീ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചത്. ഇത്രയും നാളും ഇത്രയും ബ്രേക്ക് എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാത്ത ഒരാൾ പെട്ടെന്ന് കയറി മെസ്സേജ് അയക്കണമെങ്കിൽ എനിക്ക് അപ്പോഴേ ഞാൻ എല്ലാം ആലോചിച്ചെടുക്കുന്ന ആളാണ്. എനിക്കറിയാം എന്തോ കാര്യമില്ലാണ്ട് മെസ്സേജ് അയക്കില്ലെന്ന്. ഇതായിരുന്നെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡാണ് ഈ ലല്ലു. അതാണ് ഫസ്മിനക്ക് ഇത്ര ഇത്. അവര് പിരിഞ്ഞു എന്നാണ് അറിയണത്, എനിക്കറിയില്ല എന്നോ എക്സ് പാർട്ട്ണർ. അപ്പൊ അതുകൊണ്ടാണ് അവൾക്ക് ഇപ്പൊ ഇത്ര ഇത് അയച്ചു കൊടുത്തപ്പോ തന്നെ അവൾക്ക് ദേഷ്യം എന്താ സംഭവം എനിക്കറിയില്ല. അവനെ മീഡിയക്ക് മുന്നിൽ നാണം കെടുത്താനാണോ ഇത് നമുക്കറിയില്ല. അവനെ മീഡിയയ്ക്ക് മുന്നിൽ നാണം കെടുത്താനാ? ഇത്രയും പെൺപിള്ളേരെ പറ്റിച്ച്, ഇത്രയും സെക്ഷുവലി ചാറ്റ് ചെയ്ത്, ഇത്രയും പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ്, ഇത്രയും പേരുടെ നിന്ന് ഗോൾഡ് വാങ്ങി പറ്റിച്ച്, അബുദാബിയിൽ നിന്ന് കെട്ടിയെടുത്ത് ഇവിടെ വന്ന് ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റിച്ച്, അബുദാബിയിലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് ഇത്രയും ആൾക്കാരെ പറ്റിച്ച ഒരു യുവാവിനെ ഞാൻ എക്സ്പോസ് ചെയ്തത് തെറ്റാന്നാണ് നീ പറയുന്നത്? നീ ലല്ലു രക്ഷപ്പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ടാ, സ്റ്റോറി ഇട്ടായിരുന്നല്ലോ. നീ അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കുണ്ടല്ലോ, നീ ഇപ്പോൾ റിഫേനെ പറഞ്ഞതിന് നിനക്ക് കർമ്മ കിട്ടിയ പോലെ നീ ഇപ്പോൾ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു നാൾ അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി നിനക്ക് കരഞ്ഞിട്ട് ഒരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം നീ ഇത് സമ്മതിച്ചെടുത്തില്ലല്ലോ നിൻ്റെ കൂടെ ലല്ലു ഉണ്ടെന്ന്. നിന്നെ ആരും അന്നേരം നിൻ്റെ വാക്കിലൊക്കെ ഒരു പട്ടിയും കാണത്തില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, മനസ്സിലായോ? നീ ഇപ്പം അനുഭവിക്കുന്നതിന്, നീ ഇപ്പം ചെയ്യുന്നതിന് നീ അപ്പോഴായിരിക്കും അനുഭവിക്കുക. ഇല്ല ഇല്ല, നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. ലല്ലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊരുമാതിരി നമ്മളൊരു കള്ളം ഹൈഡ് ചെയ്യാൻ ചിരിക്കത്തില്ലേ, ആ ചിരിയിലുണ്ട് അവളുടെ കള്ളത്തരം. ഞാനിപ്പോൾ ഒരാളുടെ കൂടെ നീ ഇനി അവൻ്റെ കൂടെ പോയില്ലേ എന്ന് ഇൻ്റർവ്യൂവിൽ എൻ്റെ മുഖത്തേക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആരുടെ കൂടെ പോയെന്ന് ഞാൻ ചോദിക്കും. അതായിരിക്കും എൻ്റെ ധൈര്യം, ഞാൻ പോയിട്ടില്ലെങ്കിൽ. പക്ഷെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പരിങ്ങൽ വരും. അതേ പരിങ്ങലാണ് സഫയ്ക്ക് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുമായിട്ടൊന്നും പറയാനുണ്ടാവില്ല. അതുമായിട്ട് എങ്ങനെ പറയാം? വാ തുറന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോവില്ലേ? അതുമായിട്ട് നീ പറയാത്തതാണ് നല്ലത്. കാരണം അതുമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്തേ അടിച്ചണ്ണാക്കിന് തരുമെന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും സഫ. നിന്റെയും ലല്ലുവിൻ്റെ ഞാൻ തന്നിരിക്കും. ഒരു ബന്ധമില്ല. ഇന്നലെ വീഡിയോ ഇട്ടില്ലേ യൂട്യൂബില്, കാറില് ലല്ലുവിനെ കണ്ടു. അതെന്താണ് സംഭവം? വീഡിയോയില് അതെന്താ സംഭവം? ശരിക്കും ലല്ലു ഉണ്ടായോ കൂടെ? ഇല്ല, ലല്ലു ഉണ്ടെങ്കിൽ എന്റെ കൂടെ ആ വീഡിയോയില് കാണണ്ടേ. പിന്നെ ഞാൻ പറയുന്നത്, ലല്ലു ഇവള് 40 മീറ്റർ ദൂരെ അവിടെ ഷട്ടറിന്റെ ബാക്കിൽ നിർത്തിയേക്കല്ലേ, പിന്നെ എങ്ങനെ ലല്ലു ഉണ്ടാവും? നീ കള്ളങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് പറയാലോ, നാജിയുടെ കൂടെ ലല്ലു വന്നു, ലല്ലു അപ്പുറത്ത് നിൽക്കുമായിരുന്നു, എൻ്റെ കൂടെ കയറിയിട്ടില്ല എന്ന്. നിന്റെ ഇതിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിർത്തുന്നത്? ഇപ്പൊ ഇറങ്ങി വന്നതിന് ശേഷം ലല്ലുവിനെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ കണ്ടിട്ടുണ്ട്, ഈ കേസിന്റെ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞൊരു ഗ്യാപ്പ് എടുക്കണം. എന്താ പറയണ്ടേന്ന് അറിയില്ല യുവതിക്ക്. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകുമല്ലോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ കേസിൻ്റെ ആവശ്യത്തിന് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും, ഇനിയിപ്പോൾ ഇവരൊരു ഹോട്ടലിൽ തന്നെ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണെങ്കിലും ഞങ്ങൾ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി റൂമിലിരുന്ന് സംസാരിച്ചാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ വേറെ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കാണുമായിരിക്കും നിങ്ങൾ, പക്ഷെ അത് കേസിൻ്റെ ആവശ്യമാണ്. എന്ത് കേസാണ്? ലല്ലു എനിക്കെതിരെ കൊടുത്തേക്കുന്ന കേസും നീ കൊടുത്തേക്കുന്ന കേസും തമ്മിൽ എന്താണ് ബന്ധം? ലല്ലു കൊടുത്തേക്കുന്ന കേസ് നീ കൊടുത്തേക്കുന്ന കേസ് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ മോളെ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കേസിൻ്റെ ആവശ്യത്തിന് സംസാരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നീ കൊടുത്തേക്കുന്ന കേസ് മെഹനാസിനെതിരെ, നീ പിന്നെ കൊടുത്തേക്കുന്ന കേസ് എനിക്കെതിരെ ഞാൻ വീഡിയോ ഇടുന്നത്, നിന്നെ പറ്റി മോശം പറഞ്ഞത്. ഇതിലെവിടെയാണ് ലല്ലു? ലല്ലുവിനെ എങ്ങനെ കൂടുതലായിട്ട് അറിയുന്നത്? ഇങ്ങനെ വീട്ടിലേക്ക് എനിക്കറിയൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. വേറൊരു കാര്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രൈവർമാരാണ്, അവരെയൊക്കെ വീട്ടിൽ കയറ്റാം, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം എല്ലാവരും. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തല്ല, ജസ്റ്റ് ബാഗ് വെക്കാൻ ഇറങ്ങാം. പിന്നെ എഗ്രിമെന്റിന്റെ കാര്യത്തിൽ ജസ്റ്റ് ബാഗ് വെക്കാൻ ഇറങ്ങാം. അയ്യോ, സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അന്നാണ് ലല്ലുവായിട്ട് വന്നത്. ഇവർ രണ്ടാളും വന്നിട്ട് എഗ്രിമെന്റിന്റെ കാര്യം നമുക്ക് സംസാരിക്കാനും വണ്ടി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മള് കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് പോയിട്ടുണ്ട്. അന്നത്തെ ദിവസമാണ് തോന്നുന്നു ലല്ലു ലൈവ് ഇട്ടിട്ട് കുട്ടീനെ കാണിച്ചു. അന്ന് എന്റെ ഫ്ലാറ്റിലുണ്ടായത്. അത് നമ്മള് എഗ്രിമെന്റിന്റെ കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്ന ദിവസം. അത് രണ്ടാളും ഉണ്ട്, അവൻ മാത്രമല്ല, എന്റെ ഡ്രൈവറും ഉണ്ട്, ഞാനും ഉണ്ട്.
ഇതിനാണ് എടുത്തു പറയുന്നത് ലല്ലുവിൻ്റെ ഡ്രൈവർ ഉണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കാന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല. അതുകൊണ്ട് എല്ലാം ഡ്രൈവറിൻ്റെ തലയിലിടുക. ഡ്രൈവറിന് സെപ്പറേറ്റ് റൂം നിങ്ങൾ എടുത്തു കൊടുക്കുക. എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, അന്ന് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് എഗ്രിമെൻ്റ് ആണ് നീ കൊടുത്തത്? വണ്ടിയുടെ ഊബറിന് എഗ്രിമെൻ്റ് എഴുതി കൊടുത്തെന്നാണ് നീ പറയുന്നത്. അപ്പോഴാണ് ലല്ലുവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റുക, എഗ്രിമെൻ്റ് നിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്യുക. അവിടെ നിന്ന് ലല്ലു ലൈവ് ഇടുന്നു, അപ്രതീക്ഷിതമായി പെട്ടെന്ന് സഫ ഉണ്ടെന്ന് പറഞ്ഞ് ലൈവ് ഇടുന്നു, എന്നിട്ട് ലൈവ് മ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ആരെ വിശ്വസിക്കാൻ പോലെ? അപ്പോഴാണ് നീ ആദ്യമായിട്ട് ലല്ലുവിനെ കാണുന്നത്, എന്നിട്ട് ലല്ലു യാദൃശ്ചികമായി ലൈവ് ഇടുന്നത്. ഇതൊക്കെ ആര് വിശ്വസിക്കുന്നത്? നിൻ്റെ ഈ കഥകളെല്ലാം എഗ്രിമെൻ്റ് എഴുതി, എന്ത് എഗ്രിമെൻ്റ് എഴുതി? എഗ്രിമെൻ്റ് നീ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എഗ്രിമെൻ്റ് ചെയ്യിപ്പിച്ചു ഇന്ന ഡേറ്റിൽ, എഗ്രിമെൻറ്റിൻ്റെ ഫോട്ടോ എവിടെ കാണിക്കൂ? നീ നാജീനെ നിൻ്റെ ഡ്രൈവറാക്കി എവിടെ കാണിക്കൂ? ഒഫീഷ്യൽ എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, ഊബറിൽ ഒരാൾ ഇതാക്കുമ്പം എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇതെവിടെ, തെളിവെവിടെ? അതൊന്നും ഇല്ലല്ലോ, വെറുതെ വായി തോന്നിയതല്ലേ പറയുക. അപ്പൊ ഞാൻ ബാഗ് എടുത്തിട്ട് റൂമിലേക്ക് വരുന്ന ഒരു സീനാണ് ആ CCTV ഉള്ളത്. അത് ആ മുകളിലെ CCTV ഞാൻ ഒറ്റക്ക് ബാഗ് എടുത്ത് അതിലില്ലാലോ, ഇല്ല. ഇനി നീ എവിടെയെങ്കിലും ഇത് പറയരുത്. കാരണം ഞാനിവിടെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ ആ തെളിവ് കാണിച്ചു. ഇനി എടി ഉളുപ്പില്ലാത്തവൾ, ഇനി നീ അത് പറയരുത്. ലല്ലു ഇല്ലായിരുന്നു. ലല്ലു ഉള്ളതിൻ്റെ തെളിവാണ് ഞാനിവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തേക്കുന്നത്, ഒരേ സ്ഥലമാണ്. ഇനി നീ ദയവ് ചെയ്ത് കുറച്ചെങ്കിലും പഠിച്ചോനെ ഈ റമദാൻ മാസത്തിൽ കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ കള്ളം പറയാണ്ടിരിക്കുക. ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോണേ? വണ്ടി ഓടാൻ കൊടുക്കണ അനുസരിച്ച് കിട്ടുന്നു, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊമോഷൻ. വണ്ടി ആർക്കും ഓടാൻ കൊടുക്കുന്നത്? വണ്ടി ഈ ഓടാൻ കൊടുക്കുന്നില്ലല്ലോ, ഈ വണ്ടിയിൽ ഓടുന്നുണ്ടല്ലോ. ഈ അവിടെ പോകാനും ഇവിടെ പോകാനല്ലോ ഊബർ ഡ്രൈവറായിട്ടല്ലേ പോകുന്നത്. പിന്നെ എവിടെയാണ് ഈ വണ്ടി ഓടാൻ കൊടുക്കുന്നത്? വേറെ പാസഞ്ചറിനെ എവിടെ കയറ്റുന്നു? പിന്നെ ഈ വണ്ടി ലല്ലു എടുത്ത് കറങ്ങി നടക്കല്ലേ? ലല്ലു എല്ലായിടത്തും ഈ വണ്ടിയായിട്ടാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നത്? നിനക്ക് ഒരു പരിചയമില്ലാന്ന് നീ ലല്ലുവിന് എന്തിനു വണ്ടി കൊടുക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. റിഫക്ക് ആകെ മേന് പറഞ്ഞ റിഫക്ക് ഒരു അവിഹിതം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മേനടുത്ത് പറഞ്ഞിട്ട ഒരു കാര്യമാണ്, ഇതുപോലൊക്കെ ഒരു അനുഭവം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവിഹിതം ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ഞാൻ മേനടുത്ത് പറഞ്ഞു. ഈ അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവണം അവള്. ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഇപ്പൊ വന്നിരുന്ന് പറയാ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അവളെന്ന്. നിന്റെ നാക്ക് എവിടെയായിരുന്നു ആദ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ഘോര അവളെ പറ്റി ആൾക്കാർ ചോദിക്കുമ്പോഴും നിന്റെ നാക്ക് പൊങ്ങത്തില്ലായിരുന്നോ? എനിക്കൊന്നും ഒരിക്കലും ഒരാൾ ഒരു പെണ്ണിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലല്ലു ആണെങ്കിൽ പോലും ഒരു പെണ്ണിനോട് കുറേ പെൺപിള്ളേർ തെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ എല്ലാം ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നോട് മാത്രം ചെയ്തതിൻ്റെ അല്ല. അപ്പം ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് മൂടി പൊതച്ച് ആ ആളെ തന്നെ കല്യാണം കഴിച്ച് നീ മീഡിയയുടെ മുന്നിൽ വന്ന് കള്ളം പറഞ്ഞത് നിനക്ക് പറയേണ്ട ഒരു ഗതികേട് നീ ഇപ്പം വരുത്തി വെച്ചെങ്കിൽ നിന്നെയൊക്കെ ഒരു പെണ്ണെന്ന് വിളിക്കാൻ പറ്റുമോ? ഊബറിൽ കയറുന്ന പെൺപിള്ളേർക്കൊക്കെ നമ്പർ കൊടുക്കും, മെസ്സേജ് അയക്കും, കാണാൻ വരട്ടെ എന്ന് വെക്കും. പിന്നെ നമ്മളിപ്പോ താമസിക്കണതിന്റെ അടുത്ത് പോലും ഒരു കുട്ടീനെ കൊണ്ട് എനിക്ക് മെസ്സേജ് അയപ്പിച്ച്, നീ പരിചയപ്പെട്, നീ എന്നിട്ട് ഫ്ലാറ്റിലേക്ക് വാ, അങ്ങനെയൊക്കെ ഒരു കുട്ടീനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ആൾക്കാർക്ക് അറിയണേ, എനിക്ക് ബേബി ആയതിനു ശേഷം. ഇതിനൊക്കെ തെളിവുണ്ടോ? ഇത് നീ മെഹനാസിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് നീ എത്തിപ്പെട്ടിരിക്കുന്ന അതിലും മനോഹരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ്. കാണാൻ പോക്കത്തില്ല, നിർബന്ധിച്ച് കാണാൻ അങ്ങോട്ട് തള്ളിക്കറി ചെല്ലും രാത്രി. അതും ക്യാമറ ഇല്ലാത്ത വീടുകളിലാണ് ലല്ലു പോകാറ്. കാരണം ഇത് എപ്പോഴേലും തെളിവായിട്ട് വരാൻ പാടില്ലല്ലോ. അപ്പം കറക്റ്റ് സ്ഥലത്താണ് എത്തിയേക്കുന്നത്. എവിടെയും പോണില്ല, ഞാനും എന്റെ കുട്ടിയായിട്ട് ജീവിക്കാം. ഭാവിയിൽ എന്താണോ അത് അതുപോലെ നടക്കും. ഭാവിയിൽ എന്താണോ അത് അവിടെ ഗ്യാപ്പ് ഇട്ടാൽ നന്നായി. ഭാവിയിൽ എന്താണോ അതുപോലെ നടക്കുമെന്ന്. അല്ലെങ്കിൽ നീ ലല്ലുവിൻ്റെ കൂടെ പോയെന്ന് ഭാവിയിൽ വന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കൂലേ, അപ്പൊ നീ അന്ന് പറഞ്ഞതോ ലല്ലുവായിട്ട് പോകുന്നില്ല എന്ന്? ശരിയല്ലേ? ലല്ലു ഒക്കെ വെറും ചിത്രം മാത്രമേ ഉള്ളൂ, ഒന്നും യാഥാർത്ഥ്യമല്ല. എല്ലാം ഒരു പുകമറയാണ്. അങ്ങനെയാണെന്നല്ല ഉദ്ദേശിച്ചത്. അവരായിട്ട് ആരും ഒരു ബന്ധവുമില്ല. ഫ്ലാറ്റില് ഞാനും കുട്ടിയും മാത്രം. ചെലവിന് യൂബർ ഓടിച്ച് പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുമ്പോ അവർ ചെറിയ ചെറിയ പേയ്മെന്റ്. ലല്ലു പുകമയ ആവുള്ളൂ, ഭസ്മം ആയി തീരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു നിന്നെയും ഓൻ്റെ ജീവിതം. കാരണം ഇങ്ങനെ പോയാൽ ഉടനെ അതായിരിക്കും സംഭവിക്കുക. എന്തിനാണ് സഫ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇത്രയും കഥ ഉണ്ടാക്കുന്നത്? എനിക്ക് സഹതാപമാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ തോന്നുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നുണ്ടല്ലോ. ലല്ലുവിന്റെ മുൻ ഭാര്യ എന്ന് പറഞ്ഞില്ലേ, എന്താ ഫസ്മിനെയാ, അവരുടെ വീഡിയോയിൽ എന്താ പറയാനുള്ളത്? അത് കുറെ വൈറലായി. അവരുടെ ഇപ്പത്തെ വീഡിയോ ഇട്ടത് ഞാൻ
ഫസ്മിനായിട്ട് മുന്നേ കമ്പനി ഉണ്ടായിരുന്നു. കാരണം അവളുടെ കുറച്ച് സാഡ് വീഡിയോസ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഓക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്, സാഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ എന്നെ കൊണ്ട് മിസിരിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്ക്, ഞാൻ ഇന്നതുപോലെ പറഞ്ഞുതരാം, നീ അതുപോലെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരുന്നു ഫസ്മിന. ആ ഒരു ചാറ്റൊക്കെയാണ് ഇപ്പൊ എടുത്ത് വീഡിയോ ചെയ്തേക്കുന്നത്, പഴയ കാര്യങ്ങളും. ഞാൻ ചാറ്റ് ചെയ്യിപ്പിച്ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട യൂട്യൂബ് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവള് ID വാങ്ങിച്ച് ഇവള് അങ്ങോട്ട് കയറി മെസ്സേജ് അയച്ചാണ്. ഞാൻ ആരെ കൊണ്ടും ചാറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. ആൻഡ് ഞാൻ സാഡ് വീഡിയോസ് ഇടുന്ന പരിപാടി ലല്ലു വന്നു കഴിഞ്ഞ് നിർത്തിയ കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സാഡ് വീഡിയോസിന് നീ റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് സാഡ് വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത്? എക്സ്പോസ് ചെയ്യുമ്പോൾ പോലും ഞാൻ അത്രയും കോൺഫിഡൻറ്റോട് കൂടി വന്നിട്ടാണ് ഞാൻ കരഞ്ഞു പോങ്ങി ലല്ലുവിനെ പറ്റിച്ച് ഗൈസ് ഇങ്ങനെ വന്നിട്ടല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ പച്ചക്കള്ളം പിന്നെയും എൻ്റെ ഫോണായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇത് സ്ക്രീൻ ഞാൻ പൊട്ടിച്ചാൽ. അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടിക്ക് കാരണം അവളിപ്പോ ചെയ്തേക്കണ അതിനൊന്നും ഞാൻ കേസ് കൊടുക്കുന്നില്ല. അവളിപ്പോ ചെയ്തെന്താ വെച്ചാൽ എന്റെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഉള്ള ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് ഇടട്ടെ ഭീഷണി. ഇത് ഞാൻ നിന്നെ ഇടും, നിന്നെ ഞാൻ നാണം കെടുത്തും, നിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അവളെ പറ്റി ഒരുപാട് പേര് എന്റെ അടുത്തും വന്ന് കുറെ പറഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാരും കണ്ടതായിരിക്കുമല്ലോ മുന്നേ. പക്ഷെ അതിലും കൂടുതൽ എനിക്ക് വന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നും എതിർക്കാൻ നിൽക്കാത്തത് കേസ് കടത്തേക്കണോണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇവരുടെ വീഡിയോ ആണെങ്കിൽ പോലും നമുക്ക് കമന്റ് ഇടുന്നതിന് ലിമിറ്റ് ഉണ്ട്. എനിക്കെതിരെ ഇൻ്റർവ്യൂ ചാനലിൽ വന്നിട്ട് ഇവളെപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഭീഷണിയല്ല. ഞാനിവക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞതാണ് ഭീഷണി. ഞാനതവിടെ ഇട്ടിട്ടില്ല. ഇവളുടെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എവിടെ ഇപ്പോൾ ഇട്ടിട്ടില്ല. എന്നിട്ടും ഇവളിങ്ങനെ വന്നിട്ട് ഇവൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടു, കണ്ടവരുടെ കൂടെ ഞാൻ പോവാറുണ്ടെന്ന്. അതും തെറ്റല്ലായിരിക്കൂലേ? വാവ്, റമളാനായിപ്പോയി. ഞാൻ പറഞ്ഞ പോലെ റമളാനായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷമ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും എന്താ, എനിക്ക് തുപ്പി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷിബിലി വന്നു. ഇതിൻ്റെ ഇടയിൽ തുപ്പിന്ന് ഇതിൻ്റെ ഇടയിൽ യൂട്യൂബിൽ എന്താണ് വന്നിട്ടുള്ളത്? നിങ്ങൾ എന്താണ് കണ്ടിട്ടുള്ളത്? എന്നെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് അറിയുന്നത്? ഞാൻ നാട്ടുകാരോടുകൂടിയാണ് ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് നിൽക്കണം, കാമായിട്ട് നിൽക്കുന്നത് കേസ് കൊടുത്തോണ്ടാണ്, അതോ നിൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടി നിനക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞു മോളെ, ധൈര്യമായിട്ട് നീ പറഞ്ഞോ. ഞാൻ നിന്നെപ്പോലെ എന്തായാലും സൈബറിലൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തത്തില്ല നിന്നെ. ബിക്കോസ് ഐ നോ എന്താണ് സത്യം എന്ന്. ഞാൻ ഇമാതിരി കുൽസിത പരിപാടിക്കോ തെറ്റോ ഞാൻ ചെയ്തിട്ടില്ല. സോ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആസ് ലോങ് ആസ് ഞാൻ റൈറ്റാണെന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം ഞാൻ വന്നിരുന്ന് വീഡിയോ ചെയ്യും എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതിനും കൂടിയുള്ള പ്രേക്ഷകർക്ക് എന്താ പറയാനുള്ളത്? ലല്ലു എവിടെ പോണം പോട്ടെ എന്നാണോ ഉദ്ദേശിച്ചത്? അതല്ല, ലല്ലു ഇട്ടിട്ട് പോകാൻ വേണ്ടി ലല്ലുവിന്റെ കൂടെ ഇല്ലാലോ, എന്തെങ്കിലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. വളരെ കാമായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു കള്ളിച്ച് പറയുന്ന രീതിയിലാണ് ഇവൾ സംസാരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളെ പറ്റി കള്ളം പറയുകയാണെങ്കിൽ അവർ ദേഷ്യത്തോടെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. ബട്ട് ദിസ് ഇസ് നോട്ട് ദേഷ്യം. ഇത് ഒരു സാധനം ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കത്തില്ലേ, അത് ഇവളുടെ മുഖത്തുണ്ട്. ഇനി ഇവള് വേറെ ചാനലിൽ കൊടുത്ത സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ എനിക്ക് മനസ്സിലായ അനുസരിച്ച് ഞാൻ ഇതുപോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. അത്രക്കും ഒരു സൈക്കോ ക്യാരക്ടർ. മേനോടെ ഇവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു സാമ്യമുണ്ട്. ഭയങ്കര സൈക്കോ മീൻസ് ഇപ്പൊ നമ്മളിപ്പോ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ട്ണറുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം, ഇന്നതുകൊണ്ട് ഡിവോഴ്സ് ആയി എന്ന് പറയാം. അതിനുശേഷം ആ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് അവരെ തന്നെ ചൂഷണം ചെയ്യുന്ന അവർക്കുള്ളൊരു ലൈഫ്, 10-25 എത്രയോ വയസ്സായിട്ടുള്ളൂ അവനിക്കും. അപ്പൊ അവനിക്കും ഇല്ലേ ലൈഫ് ഇതുപോലെ ഇട്ടോണ്ടിരുന്ന അത് അവന്റെ ഫ്യൂച്ചറിനല്ലേ ബാധിക്കണം. ഇനിയിപ്പൊ അവന്റെ ലൈഫ് അവനിക്ക് ഇഷ്ടം, ആർക്ക് മെസ്സേജ് അയക്കണം, ആർക്ക് വിളിക്കണം എന്നുള്ളത്. അത് ഇവളിങ്ങനെ വീഡിയോ ഇട്ടോണ്ട് എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അതൊക്കെയാണ് അവളുടെ ക്യാരക്ടർ. ഒരു സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, ഏത് സ്റ്റാൻഡാണ് എത്ര ഇതുണ്ടെന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ റമളാനായല്ലോ. പിന്നെ ലല്ലുവിൻ്റെ വീഡിയോ എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ചാൽ ഇനി കുറേ പേരെ പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലല്ലുവിൻ്റെ വീഡിയോ ഇട്ടത് മോളെ. പിന്നെ നീ പറയുന്നുണ്ട് അവന് ഭാവിയില്ലെന്ന്. ഇങ്ങനെയുള്ളവർക്ക് എന്തിനാണ് ഭാവി? ഇങ്ങനെയുള്ളവർ തീർന്നു പോകുന്നതല്ലേ അങ്ങ് നല്ലത് എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഭൂമിയിൽ ശാപമായിട്ട് ജീവിച്ചിരിക്കുന്നത്? ആരോട് ചോദിച്ചാലും ഇതേ അഭിപ്രായമുള്ളൂ.
സ്വന്തം വീട്ടുകാരോട് അവൻ്റെ ചോദിച്ചാലും ഇതേ അഭിപ്രായമായിരിക്കും നിനക്ക് കേൾക്കാൻ പറ്റുക. അങ്ങനെ ഒരു മോനില്ലെന്ന് അവരെന്നോട് ഇഷ്ടംപോലെ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈവൻ മെഹനാസ് അവൻ്റെ ഉമ്മാനെ കോൺടാക്ട് ചെയ്തപ്പോൾ പോലും അവൻ്റെ ഉമ്മ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് കോൺടാക്റ്റ് ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ സംസാരിക്കാറില്ല എന്നാണ്. സ്വന്തം മോനെ പറ്റി വരെ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒരു വീട്ടുകാർക്ക് എത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നു. പിരിഞ്ഞതിൽ അവളിടന്ത് കൂടുതൽ അവന് വേറെ ചാറ്റും കാര്യങ്ങളും ഉണ്ടെന്നാണ്. പേഴ്സണലി എനിക്ക് അവരുടെ കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇങ്ങനെ ചാറ്റും കാര്യങ്ങളാണ് അവള് മീഡിയക്ക് മുന്നിൽ ഇട്ടിട്ടുള്ളത്. അവന് മീഡിയക്ക് മുന്നിൽ ഇടാത്തത് കേസായിട്ട് നീങ്ങണോണ്ടാണ്. അപ്പൊ എനിക്കും കേസായിട്ട് ഞാൻ നീങ്ങണോണ്ട് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും കൂടുതൽ ഇരുന്ന് വീഡിയോ ചെയ്യാത്തത്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയാനിട്ടല്ല. ലല്ലുവിനെ പരിചയം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലും പിന്നെ എന്റെ വണ്ടി ഓടിക്കുന്നത് അവന്റെ ഫ്രണ്ടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടതിന് ശേഷം ലല്ലുവിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലില്ല. ലല്ലുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല. എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഇപ്പോഴത്തെ കറണ്ട് ബോയ് ഫ്രണ്ട് അല്ലേ, പിന്നെ എങ്ങനെയാണ് അവനെ തെറ്റ് പറയാ അല്ലേ? അല്ല സഫ, ആക്ച്വലി വാക്കുകൾ കിട്ടുന്നില്ല. എന്താ പറയണമെന്ന് അറിയില്ല. കുട്ടീനെ പറയാൻ പലതും വരുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ കടിച്ചമർത്തുക. ഊബർ ഡ്രൈവർ ഫ്രണ്ട് അല്ലാണ്ട് പരിചയമില്ല. എന്തൊക്കെ കഥയെല്ലാം ഞാൻ പൊളിച്ചു തരുന്നുണ്ട്. ലല്ലുവിനെ ഞാനിപ്പോ ഈ ഒരു ഇതിലാണ് പരിചയപ്പെട്ടത്. മീൻസ് എന്റെ വണ്ടി ഞാൻ ഒരാൾക്ക് ഊബർ ഡ്രൈവറിന് കൊടുത്തിട്ടുണ്ട്. അവന്റെ ഫ്രണ്ടായിരുന്നു ലല്ലു. ആ വഴിയാണ് ഞാനിപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കോണ്ടാക്ട് കാര്യം. അതുവരെ കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. ഞാൻ ഈ വണ്ടി എന്റെ ഫ്രണ്ട് ഒരു ഊബർ ഡ്രൈവറിന് കൊടുത്തപ്പോ അവന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. തെളിയിക്കാം, തെളിയിച്ച് കയ്യിൽ തരാം. അപ്പം പറഞ്ഞാൽ മതി. എന്തുണ്ടെങ്കിലും ഊബർ ഡ്രൈവറിൻ്റെ തലയിൽ ഇടാണ്ടിരിക്കുക, മനസ്സിലായോ? അവനൊരു ജീവിതമില്ലേ, വെറുതെ എന്തിനാ ഒരാളെ വലിച്ചഴിച്ച് പുള്ളിയുടെ ലൈഫ് തകർക്കുന്നത്? പരിചയം മുന്നേ മെസ്സേജ് അയക്കുമായിരുന്നു ഞാൻ. കാരണം അവള് സാഡ് റീൽസ് ഒക്കെ ഇടുമ്പം ഓക്കെ ആക്കാൻ വേണ്ടിട്ട് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. അങ്ങനെ അവൾ എന്നെ കൊണ്ട് കുറെ പേർക്ക് മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. അതില് ലല്ലുവിനും മെസ്സേജ് അയപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മിസിരിയാന്ന് പറഞ്ഞ പെൺകുട്ടിക്കൊക്കെ എന്നെ കൊണ്ട് മെസ്സേജ് അയപ്പിക്കലും തെറിയൊക്കെ അയപ്പിക്കുമായിരുന്നു അവള്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ആരെക്കൊണ്ടും തെറി അയപ്പിച്ചിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ലല്ലുവിന് മെസ്സേജ് അയക്കണം സ്നാപ്പിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി അപ്രോച്ച് ചെയ്ത് വലിഞ്ഞു കയറി പോയവളാണ് ഇവൾ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇവളുടെ വാക്ക് വിശ്വസിക്കാണ്ടിരിക്കുക. എനിക്ക് തൊണ്ട പറ്റി, എനിക്ക് ഇവളെ പറ്റി സംസാരിച്ച് എനിക്ക് മടുത്ത്. പക്ഷേ ഞാൻ ഇവളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവളുടെ എല്ലാ കാര്യവും, ലല്ലുവിൻ്റെ കാര്യം ഞാൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് വിടും. അതിപ്പോൾ ഭീഷണിയായിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതായിട്ട് എടുക്കാം. എനിക്ക് എന്തായാലും ഈ കേസായിട്ട്, ഈ തീട്ട കേസായിട്ട് എനിക്ക് ബന്ധമില്ല. ഇവർ കറങ്ങി നടക്കാണ്ടിരിക്കുക, അവൻ ആരായിട്ട് പോവുക, ഇത് ഇന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇനി. പക്ഷേ കള്ളം പറയാണ്ടിരിക്കുക, മനസ്സിലായോ? കള്ളം പറഞ്ഞാൽ എനിക്ക് ആ കള്ളം പൊളിച്ചെടുക്കേണ്ടി വരും എന്ന് പബ്ബിലൂടെയും പലരുടെ കൂടെയും പോകുന്ന ഫസ്മിന സാക്കിർ എന്ന് നിങ്ങളല്ല ആരാ? സഫ പറയുന്നു. അപ്പം അതിനൊക്കെ തെളിവ് സഫ ഇടണം കേട്ടോ. സഫ എല്ലാത്തിനും തെളിവിടണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇടുന്ന പോലെ സഫ ഇടണം. വാക്കാല വന്നിരുന്ന് ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും സഫ, പക്ഷേ പറയുന്ന കാര്യത്തിൽ തെളിവ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കേസായതുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ശരിക്കും നിങ്ങൾ കേസായതുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതോ നിങ്ങളുടെ കയ്യിൽ തെളിവില്ലേ? അതുകൊണ്ടാണോ നിങ്ങൾ ഒന്നും വിളിച്ചു കൂവാത്തത്? പറച്ചിൽ മാത്രമുള്ളല്ലോ, തെളിവില്ലല്ലോ, എന്തു പറ്റി? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതിലും മുന്നേറിയ വിശേഷങ്ങളുമായിട്ട്, ഇതിലും മുന്നേറിയ തെളിവുകളുമായിട്ട്, ചില ഒറിജിനൽ CCTV ദൃശ്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ.